അതായത് നടി ആക്രമിക്കപ്പെട്ട സംഭവം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, പല രൂപത്തിൽ ആക്രമിക്കപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പരാതിപ്പെടാൻ ഭയമാണ്, അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ പ്രവർത്തിക്കേണ്ടി വരുന്ന അവസ്ഥ. ഷൂട്ടിംഗ് സെറ്റുകൾ ഈ മുറികൾക്ക് പുറത്താണെങ്കിൽ പലപ്പോഴും കാട് മൂടിയ സ്ഥലങ്ങളിലൊക്കെ പോകേണ്ടി വരുമ്പോൾ ബാത്റൂം സൗകര്യമില്ല, കാടിന്റെ പൊന്തയിൽ മൂത്രമൊഴിക്കാൻ പോകേണ്ടി വരുന്ന അവസ്ഥ സ്ത്രീകൾക്കുണ്ടാകുന്നു. പുരുഷന്മാർക്കും താരങ്ങൾക്കും അങ്ങനെയല്ല. അപ്പോൾ ഇത്രമാത്രം അരക്ഷിതമായ രീതിയിൽ വസ്ത്രം മാറ്റാനുള്ള സൗകര്യമില്ലാത്ത സാഹചര്യം, തുണി മറച്ചിട്ട് മറയുണ്ടാക്കി അപ്പുറത്തുനിന്ന് മാറേണ്ട സാഹചര്യം, ഇതൊക്കെയാണ് സിനിമാ മേഖലയിൽ നടക്കുന്നത്. ശുചിമുറി സൗകര്യമില്ല എന്നുള്ളത് പരസ്യമായി നേരത്തെ തന്നെ പല താരങ്ങളും പറഞ്ഞിട്ടുള്ളതാണ്. ഇതടക്കമുള്ള കാര്യങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറയുമ്പോൾ ചിലരുണ്ട് മാന്യമായി പെരുമാറുന്ന ചിലരുണ്ട്, അവരാണ് നൽകുന്ന പ്രതീക്ഷ. WCCയെ കുറിച്ച് നല്ല അഭിപ്രായം തന്നെ ഹേമ കമ്മിറ്റി പറയുന്നു. WCCയുടെ ഭാഗമായതുകൊണ്ട് മാത്രം സിനിമയിൽ അഭിനയിക്കാൻ പറ്റാതിരുന്ന ഒരുപാട് പേരുണ്ട്. അമ്മ എന്ന സംഘടന ഒരു സ്ത്രീവിരുദ്ധമായ സംഘടനയാണ് എന്നത് ഉദാഹരണ സഹിതം ചൂണ്ടിക്കാണിക്കുകയാണ്. എങ്ങനെ പുരുഷന് വഴങ്ങിക്കൊടുക്കാൻ ഈ സംഘടന ആവശ്യപ്പെടുന്നു എന്നടക്കമുള്ള മൊഴിയുണ്ട്. ഗൗരവത്തിലുള്ള ചില കാര്യങ്ങൾ അതും ചൂണ്ടിക്കാണിക്കുന്നു. വിനീത വേണു കൂടുതൽ വിവരങ്ങളുമായി. വിനീത, ഏത് ഭാഗമാണ് വിനീത ഇപ്പോൾ വായിക്കുന്നത്? ഒരു കാര്യം കൂടി, പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇതിനകത്ത് പറയുന്നൊരു പ്രധാനപ്പെട്ട നിരീക്ഷണം നോക്കും. മെനി വുമൻ ഹാവ് സ്റ്റേറ്റഡ് ദാറ്റ് നോക്കിംഗ് വിൽ നോട്ട് ബി പൊളൈറ്റ് ഓർ ഡീസൻറ്റ്. അതായത് നോക്കിംഗ് ഓൺ ദി ഡോർ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, വാതിലിൽ മുട്ടുക എന്നുള്ളത്. വാതിലിൽ മുട്ടുക എന്ന് പറയുന്നത് ചെറിയൊരു രീതിയിലല്ല മുട്ടുന്നതെന്നാണ് പലരും പറഞ്ഞിരിക്കുന്നത്. ദേ റിപ്പീറ്റഡ്ലി ബാങ് അറ്റ് ദ ഡോർ by force. On many occasions they felt that the door would collapse. അതായത് ചെറുതായിട്ട് വന്ന് മുട്ടി വിളിക്കുകയല്ല, വളരെ ശക്തമായി തട്ടുന്നു. അങ്ങനെ ഒരു പക്ഷേ ഭീതിയിലാകുന്നു, ഈ കതക് തകർത്ത് ഈ ആളുകൾ അകത്തേക്ക് വരുമോ എന്ന് പോലും പേടിച്ചിട്ടുണ്ട് എന്ന് പല നടിമാരും ഈ പറയുന്ന സാക്ഷിമൊഴിയായി നൽകിയിരിക്കുന്നു. അപ്പോൾ ഈ കാര്യം, ഒറ്റ കാര്യം നോക്കൂ, എത്ര വലിയൊരു സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷനാണ് നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ എക്സ്പ്ലോയിറ്റേഷന്റെ പിന്നിൽ ഒരു വലിയ പവർ ഗ്യാങ് ഉണ്ട് എന്ന് കൂടി നിരീക്ഷിക്കുന്നുണ്ട്. പവർ ഗ്രൂപ്പിൽ 15 പേർ. ആ 15 പേർ ആരൊക്കെ? ആ 15 പേരെ നിയന്ത്രിക്കാനുള്ള മാർഗങ്ങളാണോ ഹേമ കമ്മിറ്റിയിലുള്ളത്? വിനീത ഏത് ഭാഗമാണ് വായിക്കുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സമൂഹ മാധ്യമങ്ങളിലൂടെ സ്ത്രീകളെ അപമാനിക്കുന്നതാണ്, നടിമാരെ അപമാനിക്കുന്നതാണ്. ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കുകയോ പരാതിപ്പെടുകയോ ചെയ്താൽ അവരെ അതിമോശമായി ചിത്രീകരിക്കുന്നതാണ് കാണുന്നത്. FB പേജിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ ഫാൻ ഗ്രൂപ്പുകളിൽ ഉൾപ്പെടെ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്കിലെ ഗ്രൂപ്പുകളിലും മോശമായി അവരുടെ വൾഗറായ ചിത്രങ്ങൾ, വീഡിയോകളൊക്കെ തന്നെ മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുകയാണ്. ഒരു നടി നൽകിയ മൊഴി അനുസരിച്ച് ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അവരുടെ വോളിൽ ഇത്തരത്തിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ, അവർ അംഗമായ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ പെനിസിന്റെ ചിത്രം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ സ്ത്രീയുടെ ചിത്രം, ആ യുവതിയുടെ, ആ നടിയുടെ ഫോട്ടോ പോസ്റ്റ് ചെയ്തതെന്നതാണ്. മോർഫ് ചെയ്തുകൊണ്ട് അവരെ നഗ്നയാക്കുന്ന രീതിയിലുള്ള ഫോട്ടോകൾ പോസ്റ്റ് ചെയ്യുന്നു. അവർ ബലാത്സംഗത്തിനിരയായി എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നു. അങ്ങനെ അതിനെക്കുറിച്ച് പരാതിപ്പെട്ടപ്പോൾ അവരെ ഭീഷണിപ്പെടുത്തുന്നു. അത്തരത്തിൽ ഏറ്റവും നിന്ദ്യമായ രീതിയിലുള്ള ഒരു പ്രചരണം അവർക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടന്നുവെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഒരു നടി നൽകിയിരിക്കുന്നത്. അത്തരത്തിൽ അവരുടെ വൾഗറായ ദൃശ്യങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചു എന്ന ക്രിമിനൽ കുറ്റം കൂടിയാണ് അവർ മൊഴിയായി നൽകിയിരിക്കുന്നത്. ഇത് എല്ലാ മേഖലയിലും കാണുന്ന ഒരു കാര്യം തന്നെയാണ്. എതിർ ശബ്ദങ്ങൾ ഉയർത്തുന്നവരെ സമൂഹ മാധ്യമത്തിലൂടെ അപമാനിക്കൽ. ഉണ്ണിബാലകൃഷ്ണൻ പറഞ്ഞോളൂ. നോക്കൂ, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ നമുക്കൊക്കെ അറിയാം സ്മൃതി, മലയാള സിനിമാ മേഖല മാത്രമല്ല, ഇന്ത്യൻ സിനിമാ രംഗത്ത് തന്നെ ഒട്ടേറെ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. പലതരത്തിലുള്ള ചൂഷണങ്ങൾ, ലൈംഗിക ചൂഷണങ്ങൾ നടക്കുന്നു, തൊഴിൽ സ്ഥിതിയിൽ വളരെ മോശപ്പെട്ട സാഹചര്യം ഉണ്ടാകുന്നു, വേണ്ട സൗകര്യങ്ങൾ ലഭിക്കുന്നില്ല, അതേപോലെ തന്നെ ഹരാസ്മെൻ്റ് ഉണ്ടാകുന്നു. ഈ രീതിയിലൊക്കെ ഒട്ടേറെ ആരോപണങ്ങൾ ഈ പറയുന്ന ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ ആരോപണങ്ങൾക്കൊന്നും നമുക്ക് തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ നമ്മളുടെ മുമ്പിൽ തെളിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ അക്കമിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഗൗരവത്തോടെ ഓരോ പ്രേക്ഷകനും ഓരോ മലയാളിയും അറിയേണ്ടതാണ്. കാരണം ഈ മേഖല സംശുദ്ധമായി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. നമുക്ക് ഒരുപാട് താരാരാധനയുള്ളൊരു സമൂഹമാണ്, താരങ്ങളെ അംഗീകരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന സ്ഥലമാണ്. പക്ഷേ ആ തൊഴിലിടങ്ങളിൽ നമ്മളുടെ സഹോദരിമാർ, നമ്മളുടെ മക്കളുടെ പ്രായമുള്ള പെൺകുട്ടികളൊക്കെ ഏതെല്ലാം രീതിയിൽ അപമാനിക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തങ്ങളാണ് ഈ സാക്ഷിമൊഴികളായിട്ട് ഈ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല കേട്ടോ, സെക്ഷൽ ഹരാസ്മെൻറ്റ് മാത്രമല്ല, ഡ്രഗ് ഒരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്.
മയക്കുമരുന്നിൻ്റെ ഒരു കേന്ദ്രമായി സിനിമാ മേഖല മാറിയിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. മദ്യം നേരത്തെ തന്നെ നമുക്കറിയുന്നത് പോലെ വലിയ രീതിയിൽ ഒഴുകുന്ന ഒരു മേഖലയാണ് സിനിമയെങ്കിൽ ഇപ്പോൾ നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് ഡ്രഗാണ്. ആ ഡ്രഗിൻ്റെ ഒരു മേഖലയായിട്ട് സിനിമാ മേഖല മാറുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. ആ അർത്ഥത്തിലൊക്കെ ഈ സിനിമാ മേഖലയെ ചൂഴ്ന്നു നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട അപജയങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാനും എല്ലാ തരത്തിലും അപജയമാണ്. എല്ലാ തരത്തിലും പെരുമാറ്റത്തിലും ഭക്ഷണത്തിലും വേതനത്തിലും എല്ലാം. ഭക്ഷണത്തിലും അതെ, there is discrimination to junior artists in giving food. In some production sets there are men who gave proper food to junior artists who are obliging by sexual favors, while some persons are given food with 6 to 7 items, others are given only 2 to 3 items. അങ്ങനെ ഭക്ഷണത്തിൽ ഒന്നോ രണ്ടോ മൂന്നോ വിഭവങ്ങൾ മാത്രം നൽകിക്കൊണ്ട് വിവേചനം, വഴങ്ങാത്തവരോട് വിവേചനം, ജൂനിയർ ആർട്ടിസ്റ്റുകളുള്ള ഭക്ഷണത്തിലെ വിവേചനം, ഇതൊക്കെ പല രൂപത്തിൽ നേരത്തെ പുറത്തു വന്നതാണ്. പക്ഷേ ഇപ്പോൾ റിപ്പോർട്ടിൽ തന്നെ സ്വന്തം അനുഭവമായി ഓരോരുത്തരും വന്ന് പറഞ്ഞിരിക്കുകയാണ്. പലരും പറയാൻ മടിച്ചത് പറഞ്ഞിരിക്കുന്നു. എന്നിടത്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വ്യത്യസ്തമാകുന്നത്. മലയാള സിനിമയിലെ സ്ത്രീകൾ തന്നെയാണ് ഈ ഓരോ കാര്യങ്ങളും, അവരുടെ വർഷങ്ങളായുള്ള അനുഭവങ്ങൾ, സിനിമാ മേഖലയിൽ തുടരുന്നവർ, സിനിമാ മേഖലയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ, ഇവരൊക്കെ തന്നെയും ഹേമ കമ്മിറ്റി മുമ്പാകെ കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഒരു പവർ ഗ്രൂപ്പാണ്. 15 പേരടങ്ങുന്ന പവർ ഗ്രൂപ്പ്. അതിൽ നിർമ്മാതാക്കളുണ്ട്, താരങ്ങളുണ്ട്, വലിയ ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ട്. ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള ഈ വ്യക്തികളാണ് സിനിമാ മേഖലയെ കീഴടക്കിയിരിക്കുന്നത്. അവർ നിയന്ത്രിക്കും, അവർ പറയുന്നത് പോലെ കാര്യങ്ങൾ നീങ്ങും. എന്തിന് അമ്മ സംഘടന പോലും അങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് വേണം കരുതാൻ. സഹകരിക്കാത്ത സ്ത്രീകളെ സഹകരിപ്പിക്കാൻ നിർബന്ധിക്കുന്നു ഈ സംഘടന എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്ന വിവരം. എന്തൊക്കെ മൊഴികളാണ്, എന്തൊക്കെ അനുഭവങ്ങളാണ് ഈ സ്ത്രീകൾ ഇപ്പോൾ ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ വച്ചിരിക്കുന്നത്. WCCയെക്കുറിച്ച് ഹൈ റിഗാർഡിൽ വളരെ ഔന്നത്യത്തിലുള്ള അഭിപ്രായങ്ങൾ ആണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി ഉന്നയിച്ചിരിക്കുന്നത്. WCC ആണല്ലോ ഈ ഹേമ കമ്മിറ്റിയുടെ രൂപീകരണത്തിലേക്ക് തന്നെ നയിച്ചിരിക്കുന്നത്. അത്തരത്തിൽ വിപ്ലവകരമായ തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞത് WCC എന്ന സംഘടന ഉണ്ടായതുകൊണ്ട് മാത്രമാണ്. പക്ഷേ ഏറ്റവും രസകരമായ ശ്രദ്ധേയമായൊരു കാര്യം, WCC അംഗമായി സിനിമയിൽ റോൾ കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട വനിതാ താരം ഹേമ കമ്മിറ്റി മുമ്പാകെ കളവ് പറഞ്ഞിരിക്കുന്നു. സ്വന്തം അനുഭവമായിരിക്കാം, പക്ഷേ സിനിമാ മേഖലയിൽ ഒരു തരത്തിലുള്ള ലൈംഗിക ചൂഷണവും നടക്കുന്നില്ല എന്നൊരു മൊഴി നൽകിയിരിക്കുന്നത് WCC അംഗമാണ് എന്ന ഒരു കൗതുകം കൂടി ഈ റിപ്പോർട്ടിലുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റുകൾ, പ്രധാനപ്പെട്ട താരങ്ങൾ, ആരോപണ വിധേയരായവർ, ഇവരിൽ നിന്നൊക്കെ വിവരങ്ങൾ എടുത്തിട്ടാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്.